ഉറിയിലും കുപ്വാരയിലും പാകിസ്ഥാന്റെ വെടിവയ്പ് വരുന്നു. സാധാരണക്കാരെ, സിവിലിയന്മാരെ ഉന്നം വെച്ച് പാകിസ്ഥാന്റെ വെടിവയ്പ് ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങളെ ലക്ഷ്യം വെക്കുകയാണ്. അർജുൻ വിവരങ്ങളുമായി. അർജുൻ, ഉറിയിലും കുപ്വാരയിലും സിവിലിയന്മാരെ, സാധാരണ ജനങ്ങളെ പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? അല്പം മുമ്പ് വീണ്ടും ഈ നിയന്ത്രണ രേഖ സമീപത്ത് പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളെ, അവിടെ വസിക്കുന്ന സാധാരണക്കാരെ എല്ലാം ലക്ഷ്യമിട്ട് വെടിയുതിർക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി ഇപ്പോൾ നമ്മുടെ സേന നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് എന്തായാലും ഇപ്പോൾ സൈന്യം കടന്നിട്ടുമുണ്ട്. അതായത് ബങ്കറുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് എന്തായാലും ഈ അതിർത്തി ഗ്രാമത്തിലുള്ളവരെ മാറ്റും. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഷെല്ലിംഗ് കൊണ്ട് തന്നെ അവിടെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി അവശ്യ സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു. മരുന്നും മറ്റ് ബ്ലഡ് ബാങ്ക് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ സജ്ജീകരിച്ച് വെച്ചിരുന്നു. അതായത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രകോപനം തുടർന്നും ഉണ്ടാകും എന്നുള്ള കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വീണ്ടും സാധാരണക്കാരെ, പൊതുജനത്തെ ലക്ഷ്യമിട്ടുകൊണ്ടൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. അത് ഈ കുപ്വാര, ഉറി മേഖലകളാണ്. അതായത് അതിർത്തിയിൽ നിന്നും നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് 2-3 കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള ഗ്രാമങ്ങളെയാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അവിടെ കനത്ത ഷെല്ലിംഗ് തിരിച്ചും ഇന്ത്യൻ സൈന്യം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പാകിസ്ഥാൻ ഇത് ഇവിടം കൊണ്ട് നിർത്താൻ കരുതുന്നില്ല. ഇന്നത്തോടുകൂടി ഈ നിയന്ത്രണ രേഖ സമീപത്തുള്ള മുഴുവൻ പാകിസ്ഥാൻ പട്ടാളവും തോറ്റോടിയാലേ ഒരുപക്ഷെ അവർ പിൻവാങ്ങുള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇത് കരസേനയെ കൂടുതൽ പ്രകോപിക്കുന്ന രീതിയിലാണ്. അവർ മുന്നേറാനുള്ള സാധ്യത ഇപ്പോൾ വളരെ കൂടുതലാണ്. ഇതിനോടകം തന്നെ ഈ അതിർത്തി മേഖലകളിൽ അങ്ങനെയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാകും. കാരണം അനന്തൻ, ഓർക്കാം, നമുക്ക് അവസാനം യുദ്ധം നടക്കുന്നത് 1999 കാർഗിലിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ ഭൂഭാഗങ്ങൾ തിരിച്ചുപിടിക്കുമ്പോൾ പോലും നിയന്ത്രണ രേഖ മറികടന്നിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ കരസേന നിയന്ത്രണ രേഖ മറികടക്കുന്ന സ്ഥിതിവിശേഷം പോലും ഉണ്ടാകാം എന്നാണ് സൂചന.